ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാതൊരു രക്ഷയുമില്ലാണ്ട് ഗിരി തൻ്റെ അമ്മയോട് അക്കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അമ്മ എപ്പോഴും എൻ്റെ പിറകെ നടക്കുന്നതിൽ നല്ലത് ഈ പറയുന്ന സ്വപ്നയുടെ പിറകെ നടന്നൂടെ? അവൾ വഴിതെറ്റ ബന്ധത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കരയാനുള്ള ഇടവരുത്തരുത്. അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞതെന്ന് പറഞ്ഞത് അങ്ങ് വളച്ചൊടിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ പറയാണ്, അവനിപ്പോൾ ഭാനുമയെ ചോദ്യം ചെയ്തിരിക്കുന്നു. തലയണ മന്ത്രം കേട്ടിട്ടാണ്, അവളുടെ ഇഞ്ചക്ഷൻ കിട്ടിയത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്ത്. എന്നാൽ ഇനി അവളെ വെറുതെ വിടരുത് ഭാനുമേ എന്നൊക്കെ പറയുമ്പോൾ ഭാനുമ പറയണം, അങ്ങനെ അവളെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പം തന്നെ അവൾക്ക് ഡോസ് കൊടുക്കണം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നാ തീരുമാനം എടുക്കണം കേട്ടോ. ഇതേ സമയം കുഞ്ഞാറ്റ പറയണത് ശരിയാണ് ഭാനുമ, അവൾക്ക് കണക്കിന് കൊടുക്കണം. എങ്കിലാണ് അവൾ ഒരിക്കലും ഇനി ഭാനുമയ്ക്കെതിരായി സംസാരിക്കാതിരിക്കുള്ളൂ. അതിന് അവൾക്ക് എന്താ ഭാനുമ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ വേണ്ട വിധത്തിൽ വഴക്ക് പറയും, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഉടൻ തന്നെ അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം, ഭാനുമ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അവളെ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എന്താ നീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അവൾ എന്തായാലും ഇപ്പോൾ ഇസ്തിരി ചെയ്യാൻ വരും അവളുടെ യൂണിഫോം. ആ സമയം അവളുടെ യൂണിഫോം നമുക്കൊരു പണി ചെയ്താലോ, ഇസ്തിരിപ്പെട്ടിയിൽ നിന്ന് അവൾക്ക് ഷോക്ക് ഏൽപ്പിച്ച് അവളെ ഒന്ന് അവശ്യ നിലയിലാക്കിയെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വനമ പറയണേ, എന്തിനും ഞാൻ നിനക്കൊപ്പം കൂട്ടുനിൽക്കും. എന്നെ മാത്രം സ്നേഹിച്ചിരുന്ന എൻ്റെ പൊന്നുമോൻ ഇപ്പോൾ എനിക്കെതിരെ വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതിന് കാരണക്കാരി അവളാണെങ്കിൽ തീർച്ചയായും അവളെ വെറുതെ വിടരുത് എന്ന ആ തീരുമാനം ഭാനുമ്മ എടുക്കുക കേട്ടോ. ഇതേ സമയം കുഞ്ഞാറ്റ സന്തോഷം കൊണ്ട് തുള്ളാൻ തനിക്കൊന്നുമില്ല, അത്രയും വലിയ സന്തോഷമാവാണ്. ഒരാൾക്കൊരു പണി കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ. കാരണം കുഞ്ഞാറ്റക്കും ഒരു ലക്ഷ്യമുണ്ട്, ഭാനുമ്മയുടെ കുടുംബം തകർക്കുക എന്ന ലക്ഷ്യം. പക്ഷെ ഭാനുമ്മ അത് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം കുഞ്ഞാറ്റ എന്ത് ചെയ്യും, കിച്ചണിൽ പോയി കത്തി എടുത്ത് കൊണ്ടുവരികയാണ്. ആ കത്തി എടുത്തിട്ട് ഇസ്തിരിപ്പെട്ടിയുടെ വയറങ്ങ് മുറിച്ചിടാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും അറിയാതെയായിരിക്കും മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മഞ്ജു ഗിരിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഗിരിയോട് പറയാണ്, ഞാൻ പോവാൻ ഒരുങ്ങട്ടെ, എൻ്റെ ഡ്രസ്സൊന്നും ഇസ്തിരി ചെയ്തിട്ടില്ല, അത് പെട്ടെന്ന് ഇസ്തിരി ചെയ്ത് യൂണിഫോം മാറ്റി പോട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ ഗിരി പറയാണ്. അങ്ങനെ മഞ്ജു ഇസ്തിരിപ്പെട്ടിയുടെ അടുത്തോട്ട് വരികയാണ്. ഇതേ സമയം മഞ്ജു പെട്ടെന്ന് കറണ്ടിലോട്ട് പ്ലഗിലോട്ട് ആ വയറങ്ങ് കുത്തിക്കൊടുത്ത് ആ ഇസ്തിരിപ്പെട്ടിയുടെ മുകളിൽ അങ്ങ് തൊടുന്നതിനോടുകൂടി മഞ്ജു അങ്ങ് ഷോക്ക് അടിക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു അങ്ങ് തെറിച്ച് വീണാണ്. അയ്യോ എന്നുള്ള ആ വെറുങ്ങലിക്കോട് കൂടിയിട്ടുള്ള ആ തെറിച്ച് വീഴലോ. ഗിരിയാണെങ്കിലോ ഇത് റൂമിലിരുന്ന് കേക്കലും ആവുകയാണ്. ഇതേ സമയം മഞ്ജുവിൻ്റെ ആ വെറുങ്ങലിക്കൽ കാണുമ്പോൾ കുഞ്ഞാറ്റയുടെ നിയന്ത്രണം ഒന്ന് വിട്ടു. താൻ ചെയ്തത് കൂടിപ്പോയ ഈശ്വര, ഇനി ഇവൾ മരിക്കുമോ, ഇവളൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിലാവുമോ പ്രശ്നം എന്നൊരു പേടി കുഞ്ഞാറ്റക്കുള്ളിലും വരികയാണ് കേട്ടോ. പക്ഷേ കുഞ്ഞാറ്റ അത് അത്ര കാര്യമാക്കില്ല. പിന്നീട് ഈ സമയം കാണാൻ ഗിരി ആ വഴിക്ക് വരുന്നത്. ഈശ്വര, ഇവന് വരാൻ കണ്ട ഒരു നേരം എന്നിങ്ങനെ ഗിരി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിരി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ മഞ്ജു ഇങ്ങനെ തറയിൽ വീണ് കിടക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ഗിരി ഓടി വരികയാണ്. മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയം ഇസ്തിരിപ്പെട്ടിയുടെ വയറ് അവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗിരി കാണാണ്. ഉടൻ തന്നെ ഗിരി അത് പ്ലഗ് പെട്ടെന്നങ്ങ് വലിച്ചിട്ടതിന് ശേഷം മഞ്ജുവിന് ഷോക്ക് എത്തിക്കാമെന്ന് മനസ്സിലായ ഗിരി എന്ത് ചെയ്യാണ്, മഞ്ജുവിൻ്റെ ചുണ്ടിൽ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി അങ്ങ് കമിഴ്ന്നടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാനുമ്മയും ഓടി വരിക. ഭാനുമ്മയും കാണുന്ന കാഴ്ച മഞ്ജുവിനെ രക്ഷിക്കുന്ന ഗിരിയായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല ഭാനുമ്മക്ക് തോന്നുക. പക്ഷേ ഗിരിയാണെങ്കിലോ മഞ്ജുവിനെ രക്ഷിക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ മഞ്ജുവിൻ്റെ ചുണ്ടും അതുപോലെ തന്നെ മൂക്കും ഇങ്ങനെ വലിക്കുന്ന ആ ഒരു രംഗം കണ്ട് ഭാനുമ്മ വരുന്നത് കാണുമ്പോൾ ഇവന് ഇപ്പോൾ വന്ന് എവിടെയാണ്, പരിസരബോധമില്ലാത്ത കാട്ടിക്കൂട്ടലുകളായോ എന്നിങ്ങനെ ഭാനുമ്മക്ക് തോന്നി തുടങ്ങുകയാണ്. ഇതേ സമയം കുഞ്ഞാറ്റയെ ഇങ്ങനെ ഭാനുമ്മ നോക്കുകയാണ്. നീ എന്ത് ചെയ്താലും ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന പ്രവൃത്തിയാണല്ലോ എന്ന് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ മഞ്ജു ചെറുതായി ശ്വാസം എടുക്കുകയാണ് കേട്ടോ. മഞ്ജു ചെറിയൊരു ചുമക്കാണ്. അപ്പോഴേക്കും ഗിരി വീണ്ടും മഞ്ജുവിൻ്റെ ആ ചുണ്ടിൽ അങ്ങ് ഈമ്പുമ്പോൾ അതുപോലെ തന്നെ മൂക്കിൽ ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന്
മഞ്ജു കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ ഭർത്താവ് തൻ്റെ കവിളിൽ കിടക്കുന്ന ആ രംഗം അത് മഞ്ജുവിന് വല്ലാത്തൊരു ആശ്വാസമാവുകയാണ് കേട്ടോ. എന്നാൽ ഗിരിയാണെങ്കിലോ രക്ഷയ്ക്കാണെങ്കിലും പിന്നീട് പ്രണയത്തിലോട്ടാവുകയാണ്. അങ്ങനെ അവരുടെ ആ പരസ്പര നോട്ടും കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ അവിടെ ഇങ്ങ് ഭാനുമ്മ ഒരു ചുമയൊക്കെ അങ്ങ് ചുമക്കുകയാണ് കേട്ടോ. എന്താണ് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു പരിസരവാദമില്ലാത്ത കാട്ടിക്കൂട്ടിലാണോ എടി നീ കാട്ടുന്നത് എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ സമയം ഗിരി എന്തറിഞ്ഞിട്ടാ അമ്മ മഞ്ജുവിനോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇവിടെ എന്താണ് ഉണ്ടായത്? മഞ്ജു ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അവളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് കേൾക്കുന്ന ഭാനമ്മ ചോദിക്കാണ്, എന്ത് അപകടം എന്ന് ഒന്നും അറിയാത്തതുപോലെ പറയുമ്പോൾ ഇതാ ഈ ഇസ്തിരിപ്പെട്ടിയുടെ വയർ മുറിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും മഞ്ജുവിന് ഷോക്കേറ്റപ്പോൾ ഞാൻ അവളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജുവിനെയും കൊണ്ട് ഗിരി മഞ്ജുവിൻ്റെ തോളിൽ കൈയിട്ട് വാ, നീ അകത്തോട്ട് വാ, ഇസ്ത്രീയൊക്കെ ഞാൻ ചെയ്തു തരാം, നീ അങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് ഭാനുമ്മയാണെങ്കിൽ കുഞ്ഞാറ്റിയെ വഴക്ക് പറയാൻ കേട്ടോ. നീ എന്ത് ചെയ്യുന്നതും അവർക്ക് ഉപകാരമുള്ള പ്രവൃത്തിയാണല്ലോ. അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും നമ്മൾ ഇഞ്ചിഞ്ചായി മരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ആ വാക്കുകൾ അങ്ങ് പറയുമ്പോൾ ദേ ഭാനുമ്മേ, ഞാൻ അവരെ അകറ്റാൻ വേണ്ടി ചെയ്തത്, പക്ഷേ അത് ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ പറയുന്നത്, നിൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ ഇനി ഇവിടെ വേണ്ട, നീ ചെയ്യുന്നതെല്ലാം മഞ്ജുവും ഗിരി അടുക്കുന്ന പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാനുമ്മ അങ്ങ് ചൂടാവണം കേട്ടോ. എന്നാൽ ഈ സമയം ഗിരി മഞ്ജുവിനോട്, മഞ്ജു നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ അടുത്തോട്ട് പോകണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണേ ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. ഇതേ സമയം ഗിരി പറയണേ, നീ എന്താ ആ ഇസ്തിരിപ്പെട്ടിയുടെ വയർ പൊട്ടിയിരുന്ന എന്നൊന്നും നോക്കാതെ നീ അതിൽ ചെന്ന് പിടിച്ചത്? എനിക്കറിയില്ല ഗിരിയേട്ടാ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് കണ്ടതെന്ന് പറയുമ്പോൾ ആ ഇസ്തിരിപ്പെട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ ഇപ്പോഴെങ്ങനെയാണത് സംഭവിച്ചത്? ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്നിങ്ങനെ ഗിരിയും പറയുന്നു കേട്ടോ. അങ്ങനെ ആ സത്യാവസ്ഥ കണ്ടെത്താൻ ഇനി ഗിരി ശ്രമിക്കും. എന്നാൽ ഈ സമയം ശാലിനിയാണെങ്കിലോ എന്ത് വന്നാലും ശരി മഞ്ജുവിനെ താൻ പ്രണയിച്ചിരുന്ന ഗിരിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഗിരിയെ വിളിക്കണം ചാച്ചു, എന്നിട്ട് എന്നിലോട്ട് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയും ചെയ്യണം, ഇതുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി തൻ്റെ ചാച്ചുവിനോട് പറയുമ്പോൾ ചാച്ചു അതിനൊപ്പം നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം മഹിമ ഈ സത്യം അറിയാൻ പോവാണ്. ഇനി ഈ മഞ്ജു ഗിരിയുടെ വീട്ടിൽ നിന്ന് ഷോക്കേറ്റ് എന്ന് അറിയുമ്പോൾ അതിൻ്റെ പേരിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് ഇനി മഹിമ ഉണ്ടാക്കുന്നത്. മഹിമ പറയും, എൻ്റെ ചേച്ചി ഈ വീട്ടിൽ നിൽക്കും തോറും എൻ്റെ ചേച്ചിക്ക് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ചേച്ചി ആരാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ഇനി എന്തെങ്കിലും എൻ്റെ ചേച്ചിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടു നിൽക്കില്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി അങ്ങ് കൊടുക്കും, അതോടുകൂടി ഇതിൽ കളിക്കുന്നവർ ആരാണെന്ന് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാനുമ്മയും കുഞ്ഞാറ്റയും കൂടി എന്ത് പ്ലാൻ മഞ്ജുവിനെതിരെ തിരിക്കാൻ നോക്കിയാലും അത് മഞ്ജുവും ഗിരിയും കൂടുതൽ അടുക്കുന്ന പ്ലാനുകളായിരിക്കും കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ശാലിനിയും ഇതുപോലെ ഗിരിയോട് കൂടുതൽ അടുക്കുമ്പോൾ ഗിരിയാണെങ്കിലോ മഞ്ജുവിനോട് കൂടുതൽ അടുത്തും കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവരുടെ പ്രണയം അത് ദൃഢമാകുമ്പോൾ ഇപ്പുറത്ത് മുകുന്ദൻ മഹിമ അവരുടെ പ്രണയത്തിന് ഗൗരിയമ്മ തന്നെ തെളിച്ചമുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.